ക്രിക്കറ്റ് ലോകം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 1,00,000-ലധികം വരുന്ന ആരാധകരുടെ ആവേശക്കടലിനു മുന്നിൽ ഇന്ന് T20 ലോകകപ്പിന്റെ ആവേശകരമായ കലാശപ്പോര് നടക്കുന്നു. ഒരു വശത്ത് കിരീടം നിലനിർത്താൻ ഉറച്ച സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുമ്പോൾ ഗാലറിയെ നിശബ്ദരാക്കി ട്രോഫി കൊണ്ടുപോകുമെന്ന് വെല്ലുവിളിച്ച് കിവീസ് നായകൻ മിച്ചൽ സാനർ രംഗത്തുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ എന്ന കരുത്തിന് ഇതിഹാസങ്ങളുടെ പ്രശംസയൊഴുകുമ്പോൾ ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന ആ ഞായറാഴ്ച ചരിത്രം ഇന്ന് വഴിമാറുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് കിവീസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ T20 ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി 3 തവണ കിരീടം നേടുന്ന ടീം എന്ന മഹാമേരു ചരിത്ര നേട്ടം ടീം ഇന്ത്യയ്ക്ക് സ്വന്തമാക്കാം. 2007-ൽ ധോണിക്ക് കീഴിലും 2024-ൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലും ഇന്ത്യ വിശ്വകിരീടം ചൂടിയിരുന്നു. ഇന്ന് അഹമ്മദാബാദിൽ വിജയിക്കാനായാൽ അത് ഇന്ത്യയുടെ 3ാം T20 ലോകകപ്പ് വിജയമായി ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെടും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏകദിന T20 ഫോർമാറ്റുകളിലെ അജയ്യരാണ് ടീം ഇന്ത്യ. 2023-ലെ ഏകദിന ലോകകപ്പ് ഫൈനൽ, 2024-ലെ T20 ലോകകപ്പ് ഫൈനൽ, 2025-ലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ, 2025-ലെ ഏഷ്യാകപ്പ് ഫൈനൽ എന്നിവയ്ക്ക് ശേഷമാണ് ഇത്തവണ ടീം ഇന്ത്യ T20 ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. ഇതിൽ 2023-ലെ ഏകദിന ലോകകപ്പ് ഒഴികെ മറ്റെല്ലാ ഫൈനലിലും ഇന്ത്യയ്ക്ക് ജയിക്കാനുമായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ഫൈനലിനിറങ്ങുമ്പോൾ മറ്റൊരു കിരീടധാരണമാണ് ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഒരു ചരിത്രം ഇന്ത്യയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഞായറാഴ്ചകളിൽ നടത്തുന്ന ഫൈനലുകളിൽ ഇന്ത്യയ്ക്ക് ജയിക്കാൻ അല്പം പ്രയാസമാണ് എന്നതാണ് ആ ചരിത്രം. 2000-ലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഞായറാഴ്ചയായിരുന്നു. അന്ന് ഇന്ത്യ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ട് കിരീടം അടിയറവ് വെച്ചു. പിന്നീട് 2003-ലെ ഏകദിന ലോകകപ്പ് ഫൈനൽ, 2014 T20 ലോകകപ്പ് ഫൈനൽ, 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ, 2023 ഏകദിന ലോകകപ്പ് ഫൈനൽ എന്നിവയെല്ലാം ഞായറാഴ്ചകളിലായിരുന്നു. നിർഭാഗ്യവശാൽ ഈ കലാശപ്പോരിലെല്ലാം ഇന്ത്യ പരാജയപ്പെട്ടു. 1983, 2011 ലോകകപ്പുകൾ ശനിയാഴ്ചകളിലാണ് നേടിയത്. അതേസമയം 2007-ലെ T20 ലോകകപ്പും 2002-ലെ ചാമ്പ്യൻസ് ട്രോഫി വിജയങ്ങളും തിങ്കളാഴ്ചകളിലായിരുന്നു. 2013 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഞായറാഴ്ചയായിരുന്നെങ്കിലും മത്സരം അവസാനിച്ചപ്പോഴേക്ക് തിങ്കളാഴ്ചയായിരുന്നു. എന്നാൽ 2025-ലാണ് ഈ ചരിത്രം ഇന്ത്യ തിരുത്തിക്കുറിച്ചത്. 2025-ൽ ഞായറാഴ്ച നടന്ന 2 ഫൈനലുകളിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഒരു തവണയെ കപ്പ് സ്വീകരിക്കാനായുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച നടന്ന ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ മത്സരം വിജയിച്ചെങ്കിലും അവതരണവേളയിൽ അവർക്ക് ഭൗതികമായി ട്രോഫി ലഭിച്ചില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് സമ്മാനം സ്വീകരിക്കാൻ ടീം വിസമ്മതിച്ചതായിരുന്നു ഇതിന് കാരണം. ഇത് വേദിയിൽ ഒരു സാങ്കല്പിക ട്രോഫി ആഘോഷത്തിലേക്ക് നയിച്ചു. അതേസമയം 2025 മാർച്ച് 9 ഞായറാഴ്ച ന്യൂസിലൻഡിനെതിരെ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ വിജയിച്ച് കിരീടം സ്വന്തമാക്കി. ഇന്ന് കലാശപ്പോരിന് ഇറങ്ങുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണെ പുകഴ്ത്തി മുൻ ഇന്ത്യൻ പേസർ ലക്ഷ്മിപതി ബാലാജി രംഗത്തെത്തിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ സഞ്ജു പുറത്തായില്ലായിരുന്നുവെങ്കിൽ വ്യക്തിഗത സ്കോർ 150 കടത്തുമായിരുന്നുവെന്ന് ബാലാജി അഭിപ്രായപ്പെട്ടു. സെഞ്ചുറിക്ക് വെറും 11 റൺസ് മാത്രം അകലെ നിൽക്കുമ്പോഴാണ് സഞ്ജു വലിയ ഷോട്ടിന് മുതിർന്നു പുറത്തായത്. ഒരു മുതിർന്ന താരം കാണിക്കുന്ന പക്വതയോടെയാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. വാങ്കഡയിൽ ഒരു സ്കോറും സുരക്ഷിതമല്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മൈൽസ്റ്റോണുകൾ നോക്കാതെ അവൻ ടീമിനായി അടിച്ചുകളിച്ചത്. സഞ്ജുവിനൊപ്പം ഇഷാൻ കിഷനും ശിവം ദുബെയും നടത്തിയ പ്രകടനങ്ങളെ ബദ്രിനാഥും അഭിനന്ദിച്ചു. തുടർച്ചയായി 2 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ 5ാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ 89 റൺസുമായി തിളങ്ങിയ സഞ്ജു സാംസണും മാന്ത്രിക ബൌളിംഗുമായി ജസ്പ്രീത് ബുംറയും ഇന്ത്യയുടെ തുറുപ്പുചീട്ടുകളാകുമ്പോൾ ഫിൻ അലന്റെ സെഞ്ചുറി കരുത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തെത്തിയ ആത്മവിശ്വാസത്തിലാണ് കിവീസ് പട. കറുത്ത മണ്ണും ചുവന്ന മണ്ണും കലർന്ന മിക്സഡ് സോയിൽ പിച്ചിലാകും മത്സരം നടക്കുക. എന്നാൽ ഫൈനലിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ ആരാധകരെ ഞെട്ടിക്കുന്ന വെല്ലുവിളിയാണ് കിവീസ് ക്യാപ്റ്റൻ മിച്ചൽ സാനർ നടത്തിയത്. ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം തകർത്ത് ട്രോഫി ഉയർത്താൻ തങ്ങൾക്ക് മടിയില്ലെന്നും ഗാലറിയെ നിശബ്ദരാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് വീണ്ടും ഒരു കലാശപ്പോരിനിറങ്ങുമ്പോൾ പഴയ ചരിത്രം ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും കിവീസിനെ പരാജയപ്പെടുത്തി T20 ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി 3 തവണ കിരീടം നേടുന്ന ടീം എന്ന നേട്ടം ടീം ഇന്ത്യ സ്വന്തമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും സൺഡേ ഫൈനലുകളിലെ ആ പഴയ നിർഭാഗ്യങ്ങൾ ഇന്ന് അഹമ്മദാബാദിലെ മണ്ണിൽ വഴിമാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സഞ്ജു സാംസണിന്റെ വെടിക്കെട്ടും ബുംറയുടെ മാന്ത്രിക ബൌളിംഗും ഇന്ത്യയ്ക്ക് 3ാം ലോക കിരീടം സമ്മാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ കിവീസ് ക്യാപ്റ്റൻ സാനർ പറഞ്ഞതുപോലെ അവർ നമ്മളെ ഞെട്ടിക്കുമോ? നിങ്ങളുടെ കൃത്യമായ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജുവിന്റെ ഈ മിന്നും ഫോമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ഒട്ടും വൈകാതെ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.